ഹായ് കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. നമ്മളിന്ന് +1 മലയാളത്തിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ 4ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ അധ്യായമാണ് എടുക്കുന്നത്. അതൊരു കഥയാണ്. KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ടെക്സ്റ്റിലുള്ള KP രാമനുണ്ണിയെ കുറിച്ച് പരിചയപ്പെടാം. ടെക്സ്റ്റിലുള്ള വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. KP രാമനുണ്ണി ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ്. അദ്ദേഹം 1955 ജനിച്ചത് കൽക്കത്തയിലാണ്. സൂഫി പറഞ്ഞ കഥ, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പറയണത്. സൂഫി പറഞ്ഞ കഥ, ചരമവാർഷികം, ജീവിതത്തിൻ്റെ പുസ്തകം എന്നീ നോവലുകളും വിധാതാവിൻ്റെ ചിരി, വേണ്ടപ്പെട്ടവൻ്റെ കുരിശ്, ജാതി ചോദിക്കുക, പ്രണയപർവം, കുർക്കസ്, പ്രകാശം പരത്തുന്ന ആൺകുട്ടി, പുരുഷവിലാപം എന്നീ കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഇടശ്ശേരി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ KP രാമനുണ്ണി എന്ന കഥാകാരൻ ശസ്ത്രക്രിയ എന്ന കഥയിലൂടെ കടന്നു പോകുന്നത് പുരുഷ കഥാകൃത്തുക്കൾ പൊതുവെ കടന്നു ചെല്ലാൻ മടി കാണിക്കുന്ന ഇടത്തിലൂടെയാണ് എന്ന് പറയാം. അതുപോലെ ഈ കഥയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പ്രായമായവരോട് സമൂഹം കാണിക്കുന്ന അവഗണനയും അസഹിഷ്ണുതയും സ്നേഹമില്ലായ്മയുടെ ഭാഗമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. പുതിയ കാലഘട്ടത്തിൻ്റെ കഥാസ്വഭാവം മുഴുവനായും സ്വീകരിക്കാതെ പഴമയിൽ നിന്ന് നവവൽക്കരിക്കുന്ന എഴുത്തുകാരൻ്റെ ശൈലി നമുക്ക് ഈ കഥയിൽ കാണാം. സ്വാഗതാർഹമായ ഒരു ശൈലിയാണ് അത്. സ്വന്തം അമ്മയുടെ ഗർഭാശയ ശസ്ത്രക്രിയയോടു കൂടിയാണ് ഈ കഥ തുടങ്ങുന്നത്. ആ ശസ്ത്രക്രിയ ഒരമ്മയിൽ ഉണ്ടാക്കുന്ന സ്വഭാവ മാറ്റങ്ങൾ കഥയിലൂടെ മനോഹരമായി നമ്മുടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ താല്പര്യത്തിനായി സ്വന്തം തനിമ, സ്വത്വം മാറ്റിവെക്കുന്ന ഒരു മകനാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രം വളരെ അഭിനന്ദനാർഹമായ ഒരു സ്ഥാനം വായനക്കാരൻ്റെ മനസ്സിൽ നേടിയെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ വല്ലപ്പോഴും അവധിക്ക് നാട്ടിൽ വന്ന് മാതാപിതാക്കളെ സ്നേഹിക്കാൻ വ്യഗ്രത കാണിക്കുന്ന മക്കളാണ്. കാരണം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ നമുക്ക് ഈ കഥയിൽ കാണാം. നമുക്ക് കഥ എങ്ങനെ എന്ന് നോക്കാം. ശസ്ത്രക്രിയ എന്ന KP രാമനുണ്ണിയുടെ കഥ. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷനാണെന്ന് പറഞ്ഞതോടുകൂടി അമ്മയിൽ വല്ലാത്തൊരു വ്യതിയാനമാണ് കണ്ടത്. ആദിയോ ഭയാശങ്കകളോ ഒന്നുമില്ല ആ മുഖത്ത്. വ്യതിയാനം എന്ന് പറഞ്ഞാൽ മാറ്റം, സാന്ദ്രമായൊരു ഭാവം. അപ്പോൾ ആ കാര്യം കേട്ടപ്പോൾ ആദിയോ അതുപോലെ ഭയാശങ്കകളോ ഒന്നും ആ മുഖത്തില്ല. സാന്ദ്രമായ ഒരു ഭാവം. ഞാൻ അമ്മയുടെ കണ്ണുകളിൽ പെടേണ്ട താമസം. ആ ഇമകൾ നിർനിമേഷമാകുന്നു. എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സൂര്യനെ ദർശിച്ച വസുന്ധരയെ പോലെ. എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം? വസുന്ധര, ഭൂമിയുടെ ഒരു പര്യായമാണ് വസുന്ധര. ശക്തിയും തൻ്റെടവും ഒരിക്കലും കൈവെടിയാത്ത അമ്മ അപൂർവ സന്ദർഭങ്ങളിൽ കൂടി തളരാറില്ല. ചെറുപ്പം മുതലുള്ള സ്മരണകൾ അടർത്തി നോക്കുകയാണെങ്കിൽ ഇത്രയധികം സമയം എന്നെ തുടർച്ചയായി നോക്കി നിന്ന സന്ദർഭങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല. ചെറുപ്പകാലങ്ങളെക്കുറിച്ച് കഥാകാരൻ ഓർക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇതിലെ കഥാപാത്രം ഓർക്കുമ്പോൾ ആ മകൻ അമ്മ ഇത്രയും നേരം തന്നെ നിർനിമേഷമായി നോക്കി നിൽക്കുന്ന സന്ദർഭങ്ങൾ ഓർമ്മയിലില്ല എന്നാണ് പറഞ്ഞത്. വാത്സല്യം നിറയുമ്പോൾ ഒരു നോക്കിലോ ചെറു ചിരിയിലോ അടക്കി നിർത്താനായിരുന്നു അമ്മയ്ക്ക് തിടുക്കം. എന്ന് വെച്ചാൽ അധികമായി തൻ്റെ വാത്സല്യം പ്രകടിപ്പിക്കുന്ന സ്വഭാവം അമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ മകൻ പറയുന്നത്. ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതിനു ശേഷം ഏകസന്തതിയെ വളർത്തിക്കൊണ്ടുവരേണ്ട
ഭാരമായിരുന്നല്ലോ. അമിത ലാളന കൊണ്ട് നാശമാകാനുള്ള സാധ്യത അവർക്ക് കൂടുതൽ ബോധ്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരൊറ്റ മകനാണ്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും മരിച്ചു. അപ്പോൾ ഭർത്താവ് മരിച്ച ആ അമ്മ, ആ സ്ത്രീ മകനെ അമിതമായ ലാളന കൊടുത്തല്ല വളർത്തിയത്. ഒറ്റ മകനാണ്. അപ്പോൾ കൂടുതൽ ലാളന കൊടുത്താൽ കുട്ടി എന്ത് ചെയ്യും, വഴി തെറ്റുമോ എന്ന ആശങ്ക അമ്മയ്ക്കുണ്ടായിരുന്നു. സ്നേഹം അപാരമാണെങ്കിലും തീരെ ലാളിക്കാതെ, പണം വേണ്ടുവോളം ഉണ്ടെങ്കിലും തീരെ അനുഭവിപ്പിക്കാതെ എന്നെ വളർത്തി വലുതാക്കിയ അമ്മയാണ്. ഇപ്പോൾ ഇതാ എൻ്റെ തലമുടി കൂടി നരച്ചതിന് ശേഷം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ കൊഞ്ചിക്കുന്ന സ്വഭാവം കൂടി ഞാൻ നിർത്തിയതിനു ശേഷം അവരിൽ ആർദ്രതയുടെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. കണ്ണുകളിൽ വഴിയുന്ന വാത്സല്യത്തോടെ അമ്മ ഈ വയസ്സൻ മകനെ തൊട്ടും പിടിച്ചും കൊണ്ട് പിറകെ നടക്കുന്നു. മനസ്സിലായല്ലോ എന്തൊക്കെയാണത്? ഓപ്പറേഷൻ ശസ്ത്രക്രിയ. ഏതാണത്? എന്തിൻ്റെ ഓപ്പറേഷനാണ്? ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ. ശസ്ത്രക്രിയ ആണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അമ്മയിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുമ്പത്തെ അമ്മ എങ്ങനെയായിരുന്നു, ഇപ്പോൾ അമ്മ എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും അമ്മയുടെ ഓപ്പറേഷന് വെറും സർജിക്കലായ ഉള്ളടക്കമല്ല ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രശസ്ത സർജന്മാർ കൂടി സ്വന്തം ആളുകളിൽ കത്തിവെക്കാൻ മടിക്കുന്നത്. നല്ല പ്രശസ്തരായ സർജന്മാരാണെങ്കിൽ പോലും സ്വന്തം ആളുകളെ ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അവർ മടിക്കാൻ കാരണം ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള കാരണങ്ങളാണ്. കാരണം എന്തൊക്കെ? ആ അമ്മയുടെ വാത്സല്യവും കാര്യങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞല്ലോ. വരുന്ന 10ാം തീയതിക്ക് നിശ്ചയിച്ച അമ്മയുടെ ശസ്ത്രക്രിയ എൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ വേണുഗോപാലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിലെ കഥാനായകൻ ഒരു ഡോക്ടറാണ്. ഓപ്പറേഷന്റെ ദിവസം അടുക്കും തോറും അമ്മ കൂടുതൽ തരളിതയാവുകയാണ്. എനിക്ക് ചോറ് വിളമ്പി തരുന്നതും കുളിക്കാൻ വേണ്ടി തോർത്തും സോപ്പും എടുത്തു തരുന്നതും ഒരു പിടിവാശി പോലെ നിർവഹിക്കുന്നു. ഞാനൊരു ചെറിയ കുട്ടിയാണെന്ന ഭാവന ഇതോടുകൂടി അവർ ഊട്ടി വളർത്താൻ ശ്രമിക്കുകയാണ്. തലയിലെ വെള്ളം നല്ലോണം പോയിട്ടില്ല, ഇങ്ങോട്ട് കാണിച്ചാ ഞാൻ തോർത്തി തരാം. ബാത്റൂമിൽ നിന്ന് വരുന്ന എന്നെ ഒരു ദിവസം തടുത്തു നിർത്തിയപ്പോൾ ഞാൻ ശരിക്കും വിരണ്ടുപോയി. എലിമെന്ററി സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുഴുവൻ മൂർധാവിൽ തിരുമ്പി തന്നിരുന്ന രാസ്നാദി പൊടി അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദുർബലമായ എതിർപ്പോടുകൂടി അമ്മയ്ക്ക് വഴങ്ങുന്നതിലെ സുഖം അനുഭവിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ബേജാറായിരുന്നു. ഓപ്പറേഷനെ കുറിച്ചുള്ള ഉത്കണ്ഠ നിമിത്തം അവരുടെ സമനില തെറ്റിയിരിക്കുമോ? ഇതാണ് ആ മകൻ ചിന്തിച്ചത്. കാരണം ചെറിയ കുട്ടികളോട് പറയുന്നത് പോലെ മുതിർന്ന മകനായി എന്നുവെച്ചാൽ ആ മകന് 6ാം ക്ലാസ് പഠിക്കുന്ന മകനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ മകനോടാണ് ഇപ്പൊ പറയണത്. കുളിമുറിയിൽ നിന്നും കുളിച്ചു വരുന്ന മകനെ തടഞ്ഞു നിർത്തി ശരിക്ക് തല തോർത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തല തോർത്തി കൊടുക്കാനും രാസനാദിപ്പൊടി തിരുമ്പി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്ന അമ്മ. അപ്പൊ ഈ മകന്റെ മനസ്സിൽ ആകെ ബേജാറാണ്. എന്തിനാ ബേജാറ്? ഓപ്പറേഷന്റെ കാര്യം അറിഞ്ഞിട്ട് അമ്മയുടെ മാനസിക നില തെറ്റിയതായിരിക്കുമോ എന്നായിരുന്നു ആ മകന്റെ ചിന്ത. പക്ഷേ ഇത് ഉന്മാദമല്ലെന്നും കഴിഞ്ഞ കാലം ബോധപൂർവം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും പിന്നീടാണ് അത് പ്രകടമായത്, മനസ്സിലായത്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയ എന്നെ കാത്തുകൊണ്ട് ഭാര്യ ഗേറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഗൗരവപ്പെട്ട ഒരു രഹസ്യം സംസാരിക്കുന്നത് പോലെ അവൾ മകനെ അടുത്തുനിന്ന് പറഞ്ഞയച്ചു. എന്നുവെച്ചാൽ മകനും ഭാര്യയും ഉണ്ട് അയാളെ ഡോക്ടർ വരുമ്പോൾ. അപ്പോൾ മകനെ മെല്ലെ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനുണ്ട്, രഹസ്യം പറയുമ്പോൾ നമ്മൾ ഒപ്പമുള്ളവരെ ഒഴിവാക്കുന്ന പോലെ മകനോട് അകന്നു പോകാൻ പറഞ്ഞിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഭാര്യ ഈ ഡോക്ടറോട് ഈ കാര്യം പറയാം. എന്താ പറഞ്ഞത് അറിയോ? ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഉറങ്ങുന്നത് അമ്മയുടെ അടുത്താണ് കേട്ടോ. ചെറുചിരിയോടെ വിഷയത്തിന്റെ തുടക്കം കുറിച്ച അവളിൽ പിന്നീട് വല്ലാത്തൊരു നിശ്ചലത പരന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം മൗനമായി നിന്നു. വീണ്ടും ഞാൻ കുത്തി ചോദിച്ചപ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നതായി തോന്നി. അമ്മയുടെ മനസ്സിനെന്തോ തട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിയും വരെ നിങ്ങളെ കൂടെ കിടത്താൻ എൻ്റെ സമ്മതം ചോദിച്ചു. ഏക മകനായിട്ട് കൂടി
ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്ത അമ്മയോട് അവൾക്ക് പ്രത്യേക കൂറുണ്ടായിരുന്നു. അമ്മയുടെ മുറിയിൽ ചെന്ന് ഞാൻ സുഖവിവരം അന്വേഷിക്കുകയും മറ്റും ചെയ്യുമ്പോൾ കഴിയുന്നതും ആ ഭാഗത്തേക്ക് വരാതിരിക്കാൻ എൻ്റെ ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ട്. കൊച്ചുമകനായി എന്നെ നിരുപാധികം വിട്ടുതരാൻ അവർ മരുമകളോട് സമ്മതം വാങ്ങിയിരിക്കുന്നു. അമ്മ അടുത്തു തന്നെ മരിച്ചു പോകുമെന്ന ചിന്ത ഭാര്യയുടെ മുഖത്ത് നിഴലിച്ചു കാണുന്നതായി എനിക്ക് തോന്നി. എൻ്റെ കൈകളെടുത്ത് അമ്മ മാറത്തടക്കി കിടക്കുന്നത് കണ്ട മാത്രയിൽ ആ ദിവസം അവൾ നിയന്ത്രണം വിട്ടു. അടുത്ത മുറിയിലേക്ക് ഓടിച്ചെന്ന് ഞങ്ങളുടെ കൊച്ചുമകൻ്റെ കൈകൾ അതേപോലെ കൂട്ടിപ്പിടിച്ച് കണ്ണീർ വാർത്തു. അമ്മയുടെ സമാധാനത്തിനു വേണ്ടി അവരുടെ കൂടെ കിടക്കുക എന്ന പ്രാധാന്യമേ ഞാൻ ഭാര്യയുടെ നിർദ്ദേശത്തിന് നൽകിയിരുന്നുള്ളൂ. പക്ഷേ ആ അനുഭവം ആദ്യ രാത്രി തന്നെ എന്നെ വിസ്മയിപ്പിച്ചു. ഒരു ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നതും ആലിൻ്റെ വേരുപോലെ ശുഷ്കമായ ആ വിരലുകൾ എൻ്റെ മുടിയിഴകളിൽ ഞാവി നടക്കുകയാണ്. പതിഞ്ഞ സ്വരത്തിൽ ഉയരുന്ന ഹരിനാമ കീർത്തനങ്ങൾ അമ്മ ഉണർന്നു തന്നെയാണ് കിടക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തി. പുൽക്കൊടിയിൽ നിന്ന് മഞ്ഞുതുള്ളികൾ ഇറ്റുന്നത് പോലെയായിരുന്നു നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. സമയത്തിന് ഇങ്ങനെയും ഒരു താളമുണ്ടെന്ന് ബാല്യകാലത്തിനു ശേഷം ആദ്യമായി തിരിച്ചറിയുകയാണ്. അത് അടയാളപ്പെടുത്തിയിടുക. സമയത്തിന് ഇങ്ങനെയും ഒരു താളമുണ്ടെന്ന് ബാല്യകാലത്തിനു ശേഷം ആദ്യമായി തിരിച്ചറിയുകയാണ്. സന്ദർഭം എഴുതുക എന്ന് പറഞ്ഞാൽ ആ പാരഗ്രാഫ്. അമ്മയുടെ ഒപ്പം കിടക്കുമ്പോൾ അമ്മ തൻ്റെ വേരുപോലുള്ള ആലിൻ്റെ വേരുപോലുള്ള വിരലുകൾ കൊണ്ട് തലയിൽ ഞാവി, മകൻ്റെ തലയിൽ ഞാവി എങ്ങനെ എന്താണ് ആലിൻ്റെ വേട് പോലെ ശുഷ്കമായ വിരലുകൾ എൻ്റെ മുടിയിഴകൾ അല്ലേ, മകൻ്റെ മുടിയിഴകളിൽ ഞാവി നടക്കുന്ന ആ സന്ദർഭത്തിൽ അപ്പോൾ അമ്മ മെല്ലെ ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് കഥാകാരൻ ഇങ്ങനെ അനുഭവപ്പെട്ടത്. എന്ത് സമയത്തിന് ഇങ്ങനെയൊരു താളമുണ്ടെന്ന് ബാല്യകാലത്തിന് ശേഷം ആദ്യമായി തിരിച്ചറിയുകയാണ്. എത്ര നേരം കഴിഞ്ഞെന്നറിയില്ല. അമ്മയുടെ വിരലുകളുടെ ചലനം എൻ്റെ മുടിയിഴകളിൽ മന്ദീഭവിക്കുന്നതായി തോന്നി. ഉണർന്നിട്ടുണ്ടെന്ന് നടിക്കാതെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ഞാൻ ചെറുതായി മുരടനക്കി. കൊച്ചുകുട്ടികളെ പോലെ ഞെളിപിരി കൊണ്ട് അനങ്ങിക്കിടന്നു. പ്രതീക്ഷിച്ചതുപോലെ വീണ്ടും അതാ ആ വിരലുകൾ എൻ്റെ തലച്ചോറിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അതോടൊപ്പം മറ്റേ കൈയെടുത്ത് എൻ്റെ മുതുകിൽ താളം പിടിച്ച് നീട്ടിയും കുറുക്കിയും അമ്മ മൂളിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടിയെ ഉറക്കുന്നത് പോലെയായിരുന്നു അമ്മയുടെ ആ പെരുമാറ്റം. 45 വയസ്സു കഴിഞ്ഞ മധ്യവയസ്കനാണ് ഞാനെന്ന ബോധം മനസ്സിൽ നിന്ന് അടർന്നു വീണിരുന്നു. അമ്മയുടെ ഗന്ധത്താൽ ചൂഴപ്പെട്ട് കിടക്കുമ്പോൾ പ്രജ്ഞയുടെ ഉള്ളറകളിൽ വെച്ച് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. മറ്റെല്ലാ അനുഭൂതി തലങ്ങളെ മാറ്റി നിർത്തിയാലും വ്യാവഹാരിക ജീവിതവുമായി ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന വ്യത്യാസം നിഴലുകളുടെ അഭാവമായിരുന്നു. മരണത്തിൻ്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ് ജീവിതത്തിൽ നിഴലുകളായി കൂടെ നടക്കുന്നതെന്ന് അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചില നിഴലുകൾ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ആ നിഴലുകൾ എന്താണ്? മരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് നിഴലുകൾ എന്നാണ് പറഞ്ഞത്. ബോധത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണെങ്കിൽ മുതുകിൽ തട്ടുന്ന പ്രശാന്ത താളവും, അബോധത്തിൻ്റെ മേഖലയാണെങ്കിൽ സ്വപ്നത്തിൻ്റെ വിസ്മയക്കോപ്പുകളുമായി ഉറങ്ങിയോ ഉറങ്ങാതെയോ ആ രാത്രി പുലർന്നുപോയി. പിറ്റേന്ന് കാലത്തുണർന്ന് ഞാൻ താങ്ങാനാവാത്ത ഭാരത്തോടു കൂടിയാണ് ദിനചര്യകളെ നേരിട്ടത്. ജനറൽ ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ എന്ന ഉത്തരവാദിത്വം വല്ലാത്തൊരു വെച്ചുകെട്ടായി എനിക്ക് അനുഭവപ്പെട്ടു. ആ സെന്റൻസും അടയാളപ്പെടുത്തുക. അത് ആ കഥാകാരന് അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രത്തിന് അങ്ങനെ അനുഭവപ്പെടാൻ എന്താ കാരണം? ആ കഥാപാത്രം തൻ്റെ ആ തനിമയെല്ലാം വിട്ട് തൻ്റെ സ്വത്വത്തെ ഒഴിവാക്കി ഒരു കൊച്ചുമകനായിട്ട് അമ്മയുടെ കൊച്ചുമകനായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്വം, സീനിയർ സർജൻ എന്ന ഉത്തരവാദിത്വം ഒരു വെച്ചുകെട്ടായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. കൊച്ചുമകനായി എന്നെ തിരിച്ചെടുക്കാനുള്ള അമ്മയുടെ ശ്രമം കുട്ടിക്കാലം വീണ്ടെടുത്തു തന്നിരിക്കുകയാണ്. അതാണ് പ്രശ്നം. കുട്ടിക്കാലം വീണ്ടെടുത്തു തന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ വരെയുള്ള 4 നാളുകൾ പൂർണ്ണമായും അതിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ മനസ്സ് സന്നദ്ധമായി. കുട്ടിക്കാലത്തിൻ്റെ കഥകൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മടിയിൽ തലവെച്ച്
എന്നിട്ടോ എന്നിട്ടോ എന്ന ചോദ്യവുമായി ഞാൻ, കുട്ടികൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിർത്തി കഴിഞ്ഞാൽ ഇനി എന്നിട്ടോ, എന്താണ് അടുത്ത എന്താന്ന് ചോദിക്കില്ലേ, എന്നിട്ടോ എന്നിട്ടോ എന്ന ചോദ്യവുമായി കിടന്നു. അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടിയാണെന്ന ന്യായീകരണമില്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിടക്കാനുള്ള നിഷ്കളങ്കത ഒരിക്കലും കിട്ടുമായിരുന്നില്ല. കാരണം എന്താണ്, അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടിയാണ് മകൻ അങ്ങനെ ഒരു സ്വന്തം സ്വത്വത്തെ ഒഴിവാക്കി, തനിമ ഒഴിവാക്കി ഒരു കൊച്ചു മകനായിട്ട് അമ്മയുടെ മടിയിൽ കിടക്കുകയാണ് അല്ലേ. ആ ഒരു മനസമാധാനത്തിന്, അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടിയാണെന്ന ആ ന്യായീകരണം ഇല്ലെങ്കിൽ ഇങ്ങനെ നിഷ്കളങ്കമായി അമ്മയുടെ മടിയിൽ കിടക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓർമ്മകളിലൂടെ പിറകോട്ട് സഞ്ചരിച്ച് മുത്തച്ഛന്റെ പെരുവിരൽ വരെ ഞാൻ കടന്നു പിടിച്ചു. വെള്ളാരിച്ചിറയിൽ നീന്തൽ പഠിപ്പിച്ച വീട്ടുകാര്യസ്ഥന്റെ എണ്ണമയമുള്ള ശരീരത്തിൽ തൊട്ടു. കണക്ക് പഠിപ്പിച്ച നാണു മാസ്റ്ററുടെ കൈത്തഴമ്പിന്റെ ചൂട് ചെവികളിൽ പുകഞ്ഞറിഞ്ഞു. എന്ന് വെച്ചാൽ ഈ മകൻ കുറച്ചു സമയത്തെ അമ്മയുടെ കഥകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യാണ്, പഴയ കാലം, കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചുപോയി. അപ്പൊ കുട്ടിക്കാലത്തെ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. അതാണ് പറഞ്ഞത്. വല്ലാത്തൊരു പ്രസന്നതയുടെ വെളിച്ചം അന്നത്തെ ജീവിത ചിത്രങ്ങളിൽ തുളുമ്പി നിന്നിരുന്നു. വല്ലാത്തൊരു പ്രസന്നതയുടെ ചിത്രം അന്നത്തെ ജീവിത ചിത്രങ്ങളിൽ, പ്രസന്നതയുടെ വെളിച്ചം അന്നത്തെ ജീവിത ചിത്രങ്ങളിൽ തുളുമ്പി നിന്നിരുന്നു. പിന്നീട് എവിടെയോ വെച്ച്, അറിവിന്റെ ശക്തമായ ഏതോ മുഹൂർത്തത്തിൽ വെച്ച് ആ കറുത്ത കൂട്ടുകാരൻ എന്റെ പിറകെ കൂടിയതാണ്. ആ കറുത്ത കൂട്ടുകാരൻ ആരാണ്? നിഴലുകളാണ്. അതിനുശേഷം ഒരിക്കലും പഴയ പ്രസന്നത ജീവിതത്തിന് ലഭിച്ചിട്ടില്ലെന്ന് ഇന്ന് ഞാൻ അറിയുന്നു. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് യാതൊരു ചിന്തകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ സഞ്ചരിക്കുകയാണല്ലോ. അപ്പൊ എന്താണ്, ജീവിതത്തിന്റെ മറ്റ് ഉത്തരവാദിത്വങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ കുട്ടികൾ അറിയുന്നില്ല. അപ്പൊ ആ പ്രസന്നത ജീവിതത്തിൽ ആ കാലത്തേ ഉള്ളൂ. പിന്നീട് ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എന്താവുന്നു, മനുഷ്യന്റെ ആ ജീവിതത്തിലും ചിന്തയിലൊക്കെ മാറ്റം വരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരിക്കലും ആ പഴയ പ്രസന്നത ജീവിതത്തിന് ലഭിച്ചിട്ടില്ലെന്ന് ഇന്ന് ഞാൻ അറിയുന്നു. വളരെ വേഗത്തിലാണ് ഓപ്പറേഷന്റെ ദിവസം അടുത്തേക്ക് അണഞ്ഞത്. അമ്മയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ന്യായമായി ഞാൻ സംശയിച്ചു. എല്ലാ ഭയ ആശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് അവർ കൂടുതൽ ഉത്സാഹവതിയായി കാണപ്പെട്ടു. തലയിൽ എണ്ണ തേക്കാത്തത് കൊണ്ട് എൻ്റെ മുടി ചെമ്പനായി പോകുന്നതിനെ പറ്റി അമ്മ വഴക്കു പറഞ്ഞു. ആ സംസാരം പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഞങ്ങളുടെ പഴനി യാത്രയിലേക്ക് നീണ്ടുപോയി. പ്രാർത്ഥന അനുസരിച്ച് എൻ്റെ മുടി മൊട്ടയടിച്ചതും കണ്ണാടി കാണിച്ചു തന്നപ്പോൾ നിർത്താതെ ഞാൻ കരഞ്ഞതും കഥാരൂപത്തിൽ പടർന്ന് പന്തലിച്ചു. പഴയ കാലത്ത് ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവമാണ്. പഴനി പോയി കുട്ടിയുടെ തല മൊട്ടയടിച്ചതും അതിനുശേഷം കണ്ണാടി കാണിച്ചപ്പോൾ കുട്ടി കരഞ്ഞതുമായ കഥയാണ്. ഈ മകന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ അമ്മ അങ്ങനെ പറഞ്ഞു. ആ കഥാരൂപത്തിൽ പടർന്ന് പന്തലിച്ചു. ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിറങ്ങുമ്പോഴും പഴനിയിൽ നിന്നുള്ള മടക്കി യാത്രയിൽ ഞാൻ കാണിച്ച കുസൃതിത്തരങ്ങൾ അമ്മ വർണ്ണിക്കുകയായിരുന്നു. സർജിക്കൽ വാർഡിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നതിനാൽ ഡോക്ടർ വേണുഗോപാൽ മുറിയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടത്തിക്കുമ്പോൾ ഞാൻ പിറകെ തന്നെ ഉണ്ടെന്ന് അമ്മ ശ്രദ്ധിക്കുന്നതായി തോന്നി. തലേന്ന് രാത്രി കൂടി അമ്മയുടെ കൊച്ചുകുട്ടിയായി അരികുപറ്റി കിടന്ന എനിക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ വേണുഗോപാലിനോട് നിശബ്ദമായ സൂചന നൽകി തിയേറ്ററിന് പുറത്തേക്ക് ഞാൻ ഊളിയിട്ടു. അമ്മയെ മെല്ലെ ആ ഡോക്ടറുടെ അടുത്താക്കി ഈ മകൻ ആയ ഡോക്ടറും എല്ലാം പുറത്തേക്ക്, തിയേറ്ററിന് പുറത്തേക്ക് എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തേക്ക് പോന്നു. മുറിയിൽ തിരിച്ചെത്തി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് രൂപമുണ്ടായിരുന്നില്ല. ഒടുവിൽ വൈദ്യശാസ്ത്ര ഗുരുവായ ഹിപ്പോക്രാറ്റസിന്റെ ഫോട്ടോയിലേക്ക്, ഹിപ്പോക്രാറ്റസ് ആണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്, ഫോട്ടോയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അതിൽ ആലേഖനം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ വചനങ്ങൾ മനസ്സിൽ യാന്ത്രികമായി വീണ്ടും വീണ്ടും ഉരുവിട്ടു. പൊടുന്നനെയാണ് ഡോക്ടർ വേണുഗോപാൽ വിയർത്തു കുളിച്ച് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അയാൾ തിരക്കിട്ട് സംസാരിച്ചു. സ്പൈനിന് ഇഞ്ചക്ഷൻ കൊടുത്തു കിടത്തിയതാണ്. പക്ഷേ അമ്മ തൊടാൻ സമ്മതിക്കുന്നില്ല. ഡോക്ടർ തന്നെ വരണമത്രേ. തള്ളയുടെ വിളി കേട്ട് ഓടുന്ന പൈതലിനെ പോലെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുതിച്ചു.
ടേബിളിനു മുന്നിൽ ചെന്നു നിന്നപ്പോൾ ശാസനാരൂപത്തിൽ ആ മിഴികൾ എന്നെ തന്നെ നോക്കുകയാണ്. എങ്ങോട്ടാണ് നീ മാറിപ്പോയത്? വേഗം ചെയ്തു തീർക്ക്. ഹോംവർക്ക് ചെയ്യിക്കാൻ വേണ്ടി മകനെ പിടിച്ചിരുത്തുന്ന ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും വാക്കുകളിൽ തുടിച്ചു നിന്നു. എത്ര പെട്ടെന്നാണ് ഞാൻ കയ്യുറയും മാസ്കും ധരിച്ച് തയ്യാറെടുത്തതെന്ന് പിന്നീടോർത്തപ്പോൾ അത്ഭുതം തോന്നി. തടവില്ലാത്ത അനുസരണശീലമായിരുന്നു എൻ്റെ കൈവിരലുകളുടെ വേഗം നിർണയിച്ചത്. ഇതുവരെ ആർജിച്ച വൈദ്യവിജ്ഞാനമെല്ലാം ഉറകൂടി നിന്ന് ചലനങ്ങളുടെ കൃത്യതയെ നിയന്ത്രിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ ടേബിളിന്റെ താഴെ വെച്ച തൊട്ടിയിൽ രക്തം പുരണ്ട ആ അവയവം മുറിഞ്ഞു വീണു. 11 സ്റ്റിച്ചുകൾ ചെയ്യാനുള്ളതുകൂടി മുഴുമിച്ച് ടേബിളിനടിയിലെ തൊട്ടിയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടേബിളിനടിയിലെ തൊട്ടിയിൽ എന്താ ഉള്ളത്? ഗർഭപാത്രം, അമ്മയുടെ ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രത്തിനുള്ളിലായിരുന്നല്ലോ ഈ മകൻ കിടന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ചിന്തകളിലൂടെ ഊളിയിട്ട് നടക്കുകയായിരിക്കും ആര്? നമ്മുടെ ഈ കഥാപാത്രം, മകൻ. ചിന്തയുടെ വൻ ചുഴികളിൽ കറങ്ങിത്തിരിഞ്ഞ ഞാൻ പെട്ടെന്നൊരു അനക്കം അറിഞ്ഞു. സെഡേഷനിൽ നിന്ന് അമ്മ മുക്തയായി കഴിഞ്ഞു. സെഡേഷൻ മയക്കം, ഇംഗ്ലീഷ് വാക്കാണ് സെഡേഷൻ, മലയാളത്തിൽ പറയുമ്പോൾ മയക്കം. സെഡേഷനിൽ നിന്ന് അമ്മ മുക്തയായി കഴിഞ്ഞിരിക്കുന്നു. മയക്കത്തിൽ നിന്ന് അമ്മ ഉണർന്നു. പ്രസവിച്ചു വീണ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നിർവൃതിയുടെ ഒരു പുഞ്ചിരിയോടെ അവർ എന്നെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ഇപ്പൊ കെ പി രാമനുണ്ണിയുടെ വേണ്ടപ്പെട്ടവന്റെ കുരിശ് എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്ത കഥയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ എന്താണ് ശസ്ത്രക്രിയ എന്ന കഥ. ഇനി ഇതിലെ ചില ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ആലിന്റെ വേര് പോലെ ശുഷ്കമായ വിരലുകൾ എൻ്റെ മുടിയിഴകളിൽ ഞാവി നടക്കുകയാണ്. മാതൃസ്നേഹത്തിന്റെ ദീപ്ത ഭാവങ്ങൾ പ്രകടമാകുന്ന കൂടുതൽ ഭാഗങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി അവയുടെ ഔചിത്യം വ്യക്തമാക്കുക. കഥ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും അല്ലേ? തല തോർത്തിയിട്ടില്ല, എന്താ പറയുക, രാസനാദിപ്പൊടിയും പിടിച്ചു നിൽക്കുന്ന അമ്മ, പിന്നെ മുടിയിൽ എണ്ണ തേക്കാതെ ചെമ്പനായി പോയി എന്ന് പറയുന്ന അമ്മ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ കഥയിൽ നിന്ന്. അത്തരം ഭാവങ്ങൾ എടുത്ത് ആശയങ്ങൾ എഴുതുക. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടുത്ത ചോദ്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ ടേബിളിന്റെ താഴെ വെച്ച തൊട്ടിയിൽ രക്തം പുരണ്ട അവയവം മുറിഞ്ഞു വീണു. 11 സ്റ്റിച്ചുകൾ ചെയ്യാനുള്ളത് കൂടി മുഴുമിച്ച് ടേബിളിനടിയിലെ തൊട്ടിയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ കഥയിലെ ഒരു ഭാഗം. ഗർഭപാത്രം ഈ കഥയിൽ ഒരു പ്രതീകമായി മാറുന്നുണ്ടോ? നിഗമനങ്ങൾ അവതരിപ്പിക്കുക. കഥ പറഞ്ഞു തന്ന കാര്യങ്ങൾ കഥ വായിച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ കാര്യങ്ങൾ കഥ വായിച്ചത് നന്നായിട്ട് വായിക്കുക ആദ്യം കഥ, പിന്നെ ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ അധ്യായത്തിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ അടുത്ത കാര്യങ്ങളുമായിട്ട് പിന്നീട് കാണാം.